ഇവര് എടുത്ത ടീം അറിയില്ല. എടാ ഷെയ്ക്ക് അനക്ക് വാസോണ്ടനെ കാണണം, വാസോണ്ടനെ കാണണം. വാസോണ്ടനെ കുറ്റം പറയുന്ന വാസോണ്ടൻ അണ്ടിയെന്നാ നീ എന്താടാ പറഞ്ഞ? അങ്ങനെ ഞാൻ കണ്ടേ അണ്ണാ 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 ആ വാസോണ്ടന്റെ അനിയനാ. വാസോണ്ടന്റെ അനിയനാ എന്നക്കാരാ ഞാൻ കേറി അനക്ക് ഇന്ന് അണ്ണനെ കാണണം. ഇല്ല ബ്രോ, നിങ്ങളെ വാസന്റെ അണ്ണിനാ നമുക്ക് അറിയില്ല കേട്ടാ ബ്രോ. നിങ്ങള് വാസന്റെ ബ്രോ അനക്ക് മരണപ്പോടെ കാരണം പള്ളിക്കാട്ടി നമ്മ അങ്ങനത്തെ ആളല്ലാന്ന് ആരൊക്കെയൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം വേട്ടെ ബ്രോ. എടാ എന്റെ പേര് ചന്ദ്രൻ, ഇത് നീഗൻ, ഇത് SRK. അല്ലല്ല ഇത് വാസോണ്ണന്റെ ടീം തന്നെ. അനക്ക് അണ്ണനെ കാണാൻ പറ്റോ പ്ലീസ്? അണ്ണനെ കാണാൻ പറ്റും. ഒരു കാര്യം പറയട്ടെ ചേട്ടായി, ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ഞാൻ സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഞാന് വൈബ് പിടിക്കാൻ വേണ്ടിട്ട് പോയക്കായിരിക്കും ഞാൻ കൊറേ സമയം നിന്ന്. എനിക്ക് ഒരാളും എന്റെ പേര് വൈബ് പിടിക്കുന്നില്ല. നിങ്ങൾ നല്ലൊരു വൈബ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മ ചില്ലാണ്, നീ വിചാരിക്കുന്ന പോലെ ചില്ലായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് മറ്റേ സ്വഭാവം ഉണ്ടെങ്കിൽ ഏത് ചില്ലായിട്ടും കാര്യമില്ല. ഞാൻ നിന്റെ കണ്ടപ്പോ ആരിൽ കുണ്ടടിച്ചാ നീ ഇങ്ങനെ ചോദിക്കാനായിട്ട്? അല്ല, പ്രത്യേകതര ആൾക്കാർ എങ്ങനെ വിളിക്കും, അതുകൊണ്ട് ചോദിച്ചു. ആരെ കൊണ്ടുപോയി? നിനക്ക് ഗൊഗ്ഗോ കിട്ടിയാ? എന്താ മോനെ? എന്താ വാസോണ്ണനോട് ഞാൻ പറയാ, അണ്ണനോട് ഞാൻ പറയാ കിട്ടിയോ നിനക്ക്? അതല്ലേ വാസു അണ്ണന്റെ അനിയനെന്ന് പറഞ്ഞ നീ എന്തിനാ വാസു അണ്ണന്റെ അണ്ടി എന്ന് പറഞ്ഞു? അതെന്തിനാ പറഞ്ഞേ? അണ്ണനെ ഒന്ന് കാണട്ടെ, അണ്ണനെ ഒന്ന് കാണട്ടെ. അണ്ണനാ ഏതണ്ണൻ? അണ്ണനറിയാത്ത ആരാറുള്ള? അണ്ണനറിയാത്ത ആരുള്ള മോനെ? അണ്ണനറിയാത്ത ആരുള്ള? സിറ്റിയിൽ പുതുതായിട്ടൊന്നും ആൾക്ക് വാസോണ്ണൻ അറിയാൻ വഴിയില്ലല്ലോ. വാസു അണ്ണൻ ആർക്കും അറിയാത്ത മുത്തേ, സിറ്റിയിൽ ആർക്കും അറിയാത്ത. ഉണ്ണകള് ചോദ്യം നിർത്തുന്നില്ല. അതല്ല അറിയാം, നിങ്ങള് തിന്നാ മതി. എവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നീ F അടിച്ചിട്ട് നിന്റെ ഐഡന്റി കാർഡ് കാണിച്ചേ. ഐഡന്റി കാർഡ് നമുക്ക് ആകെ സാമാനം മാത്രമല്ല, അല്ലാണ്ട് ഐഡന്റി കാർഡ് ഒന്നും ഇല്ല മോനെ. സാമാനം കാണിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ? ഇല്ലില്ല, നിനക്കുണ്ടോ? അതുകൊണ്ട് അതുപോലെ കാണിച്ചാൽ F വെക്കട്ടെ. പിന്നെ എന്തിനാ നീ പറഞ്ഞു നടക്കുന്ന? ഈ ഗേ എന്നുള്ള വർത്താന കാര്യം ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർത്താനങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാ അങ്ങനത്തെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിയൊന്നുമില്ല. അതെല്ലാം വിട്. അത് നമുക്ക് ഗ്യാങ് ഹൗസിൽ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. അതെന്ത് നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം. ഗ്യാങ് ഹൗസിൽ പോയിട്ട് ഒന്നും ചില്ല. ഞാൻ ഒരു മാറ്റാം, എനിക്ക് ഇവിടെ വൈഭവം വേണ്ടത്. നമുക്ക് ഭയങ്കര ചില്ല് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചില്ലിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ചില്ലാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മള് പലതരത്തിലുള്ള ചില്ലുണ്ട്. നിങ്ങൾ എങ്ങനെ ചില്ല്? അല്ല, നിനക്ക് എന്താണ് വേണ്ടുന്നത് അത് മാത്രം തന്നാ പോരെ. നീ പറ എന്ത് വേണം. നമുക്ക് ഫുഡെല്ലാം കഴിച്ച് വൈവാക്കാം. നമുക്ക് ആ ഫുഡും പാട്ടും ഓളം. ഞാൻ പാട്ടോട്, ഞാൻ ഗായകനാ. ഞാൻ പാട്ട് പാടും. പാർട്ടി വൈബ് പൊമ്പുള്ളറെല്ലാം വേണം, എന്നാലേ പാർട്ടി വൈബ് ഉണ്ടാവും. നമുക്കൊരു നമുക്ക് ഇവിടെ ഒരു സംഭവമായിരിക്കണം. ആദ്യമായിട്ട് ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നത് നിങ്ങള് വാസവണ്ണന്റെ ഗ്യാങ് തന്നെ. നിനക്ക് എത്ര വയസ്സാടാ? എത്ര വയസ്സുണ്ട്? എനിക്ക് 20. അണ്ണനെവിടെ? അണ്ണൻ കുളിക്കല? ഒന്ന് നീപ്പിച്ച നോക്കട്ടെ. ഹലോ ബ്രോ, ഞാൻ ഇറങ്ങട്ടെ. നമ്മള് ഒരു കാര്യം, നീ നമ്മളെ പിള്ളേരെ തൊട്ടെന്ന് പറഞ്ഞ ഉള്ളയാണാ? നമ്മളെ പിള്ളേരെ എടുത്തിട്ട് ഉറക്കുന്നേട്ട് ഉള്ളയാണാ?
തൊട്ടായിരുന്നു ബ്രോ അപ്പാരൻ, നമ്മുടെ ബ്രോ വള്ളി പിടിക്കല നമ്മുടെ ബാലന് സാവേജ് അവരായിട്ട് ആ ഓക്കെ ബ്രോ അന്നോടല്ലല്ലോ സംസാരിക്കുന്നത് അന്നോടല്ലല്ലോ ആ അന്ന് കുഴപ്പമില്ല ഞാൻ വിചാരിച്ച അന്ന് ഈടെ വന്നിട്ട് പഞ്ഞിക്കിടാനാണ് ഞാൻ വിചാരിച്ചത് നിന്റെ കക്കയിൽ എന്തൊക്കെ ഉണ്ടോ മമ്മു? എന്താ 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 നീ പറഞ്ഞപ്പോ? കൊട്ടത്തെ എന്താണ് പറഞ്ഞേ? ഒന്നുമില്ല സാർക്ക് സംസാരിക്കണേ നീ കേട്ടോ അത്? കേട്ടല്ലോ. അനക്കൊരു ആഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു തരോ? നിന്റെ ആഗ്രഹം എന്താ? അനക്ക് നിങ്ങളെപ്പോ ഒരു ഗ്യാങ് ആയിട്ട് ഈ വാസു അണ്ണന്റെ പേരല്ലോ ഒന്ന് മുതുകി പോയിട്ട് ഒന്ന് ആളാണോ? അതിന് നീ കൊറേ കഷ്ടപ്പെടണം. അല്ല അങ്ങനല്ല ഇപ്പൊ ഒരു 5 മിനിറ്റത്തെ കാര്യം പറഞ്ഞു ചന്ദ്ര 5 മിനിറ്റ് ഗ്യാങ് ആണ്. പേര് മമ്മൂക്കോയ. എടാ നീ ഒരു ഗെയിമർ അല്ലേ? ആ നിന്റെ ചിഹ്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ ചിന്ന നിന്റെ ചിഹ്ന കണ്ടിട്ട് തന്നെ മനസ്സിലാവും. നോക്ക് നീ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യണം കേട്ടാ. നിനക്ക് കുറച്ച് ഫാറ്റ് ഉണ്ട്. നിങ്ങൾ എന്റെ ചുണ്ണി മുഖത്ത് ചുണ്ണിയല്ലടാ നിനക്ക് ചെവിക്കാത്ത എടാ ചിന്നടാ ചിന്നെന്ന് പറഞ്ഞപ്പോ നീ എന്താ ചുണ്ണിയാണ് ഞാൻ അങ്ങനെ അക്ഷരം മാറിപ്പോ താടി താടി വരാൻ എന്താ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ വെച്ചാ മതിയാ? താടി വരാനായിട്ട് നീ താടിയല്ലേ വളച്ച് വിളിച്ച് ഇവരെ കുടുംബത്തിൽ കയറ്റാ കൊള്ളത്താണ്. അങ്ങനെ പറഞ്ഞല്ല ഞാൻ അറിയാം എന്തൊക്കെ പറഞ്ഞു ഫുള്ള് റോങ് ആണല്ല. ചിന്ന് ചുണ്ണി നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ കടൽ തീരത്തെന്ന് പറഞ്ഞത്. ആൾക്കാരെ പിടിച്ചിട്ട് ആര്? നീ പിന്നെ ഞാൻ ആരും കൊണ്ടുവരണ്ടിക്കലില്ലേ? നിന്നെ കണ്ടിട്ടൊരു റോങ് ലുക്ക് ഉണ്ടാട്ടാ. ഇനി റോങ് ലുക്കാ എന്റെ മൂഡ് ഒരു പഫ്സ് കൊള്ളുന്ന പോലത്തെ മൂടാ. നിങ്ങളെ നോക്കണ്ട മൂഡ്. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊന്നും പറയുന്നത്? നിങ്ങൾ മറ്റടുത്ത വർത്താനം പറയല്ല. ഞാൻ അണ്ണനെ കാണാൻ മതി. അണ്ണനെ കണ്ടിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ പോയിക്കോളാം. അണ്ണ കിടക്കാണ് അണ്ണനോട് എണീക്കാൻ പറ. എത്ര സമയം എനിക്ക് ഇതൊന്ന് കാണാൻ പറ്റും? ഗ്യാങ് ഹൗസിൽ ഒന്ന് കാണാൻ പറ്റോ? ഒന്ന് വന്നു വാ ബ്രോ. ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് ഇതാക്കണം. ഞാൻ ഒന്ന് അണ്ണനെ കണ്ടിച്ചേട്ടാ മേലെ കയറിയിട്ട്. ഹലോ പോയി ബ്രോ ഹലോ. വേണ്ട കേട്ടോ. അല്ല അങ്ങനൊന്നല്ല. അടിച്ച് ഫിറ്റൊന്നല്ല. നമുക്കൊന്ന് കാണാൻ പോവാ. അതിനെന്താന്ന്? എങ്ങോട്ട്? ആ ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് സൽക്കരിക്കണം. എവിടെ എടുത്തേക്കാം. ചന്ദ്രപ്പ എടുത്തേക്ക് ഓടുന്നിങ്ങനാ. ഞാൻ ഇത് ഇവിടെ ഉണ്ട്. ഇതാ ബ്രോ. നിങ്ങൾ ഞാൻ നടക്കാം. ഞാൻ ഒന്ന് പോട്ടെ. ഒന്ന് ബാ. കമോൺ എവരിബഡി. നമുക്ക് വൈബാക്കാൻ വന്നതല്ല. നമ്മള് വൈബാക്കാൻ വന്നതാ. കമോൺ. ഇതാരാ? ഏട്ടാ എന്നെ കൊന്ന്. എന്നെ കൊന്നേ. ഹലോ ഞാൻ മരിച്ചു. ഹലോ കേക്കുന്നുണ്ടാ? TV അണ്ണനെല്ലാം എവിടെയാ പോയി? തൂറാൻ പോയി അണ്ണാ. TV ഹൗസിൽ വന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനേ ഉള്ളടാ. ഞാൻ എന്ത് തെറ്റുകട ചെയ്തത്? അണ്ണ ഒന്ന് രക്ഷിക്കണ. ഇതാരാ? ഷമീറല്ല? ഷമീറ മോനെ. ഒന്ന് രക്ഷിക്കടാ മോനെ. വാവേ മോനെ മുത്തേ. ഞാൻ ഈടത്തി. ഞാൻ ഇങ്ങനെല്ലോ എത്തി. ഒന്ന് രക്ഷിക്കണം. ഞാൻ മരിച്ചിട്ടല്ലേ. ഇന്നലെ നമ്മള് മീറ്റ് ചെയ്തായിരുന്നോ? ഇതെങ്ങനെയാ? ഹലോ ഷമീറ. എന്നാ പിന്നെ വേറെ ആളായിരിക്കും. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ. എന്താ നക്കണ്ടേ? ജിയാ? ചന്ദ്രനാ? നിങ്ങളാണോ ചന്ദ്രൻ? TV ചന്ദ്രൻ? അതെ ജീനക്ക് എന്തെല്ലാം സുഖല്ലേ? സുഖല്ലേ? സമീറിനെ കണ്ടായിരുന്നു. ഷേഖിനോടെ കണ്ടായിരുന്നു. ഷെയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചു തരുമോ? ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടാ? ഹലോ ബ്രോ. കേക്കുന്നുണ്ടാ? EMS വരുന്നാ? മെസ്സേജ് തരോ? അവിടെ ഞാൻ മരിച്ചിട്ടാളെ. ഒന്ന് ഹെൽപ്പ് ഇടാവോ? അറിയാവോ? ഹെൽപ്പ്. അതെ ഷെയ്ക്കേ. ഒന്ന് ഷെയ്ക്കിനെ ഷമീറാണ്. കണ്ണൂർ കിങ്ങിന്റെ അടിയടാ.
ആ ഞാൻ ഇടുന്നുണ്ട് ടി മരിച്ചു കിടക്കുമ്പോ കണ്ണൂർക്ക് 1% ചാർജ് ഉള്ളു. ഇപ്പൊ ഫോൺ ഓഫ്. ആ വാ ഹലോ എത്തി ഇതെന്താ എന്നാ ഞാൻ പോയിട്ട് വരാം. ആ പോവാണോ? ഇവിടാണോ ജനിച്ചത്? ഞാൻ ഇവിടെ ജനിച്ചു പോയി. ഹലോ കളവറിയുന്ന ഓ ഇന്നലെ കയറി വന്നയാ. ഹലോ ആ അതാണ് ഞാൻ നോക്കണ. തിരിഞ്ഞപ്പോ ഇവരുടെ ഫ്രണ്ട് അതന്നെ ഇന്ന് ഒരു പരിപാടിക്ക് പോയിക്കാം. എന്തൊരു ആ ഓക്കെ ഇവരെന്നെ പറ്റിച്ചല്ലേ. ഓക്കെ ഓക്കെ. ഇയാളെ നമ്മള് പാഴ്സലാക്കി എത്തിക്കാം. എണീറ്റിട്ട് വേണമെന്നില്ല കുഴിച്ചു കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇനിയിപ്പോ വന്നില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല. ഒരുമാതിരി ഓരോന്ന് വെക്കാൻ പറ്റിയ കളീന്റെ ഒരു മൂഡ് പോയിപ്പിക്കല്ലേ. അടക്കിയാല ഇതെന്താ ട്രോളിയാ? ഞാൻ ഇതെന്താ ഇങ്ങനെ കൊണ്ട് പോകുന്നു? ഇതെന്താ ട്രോളിയാ? നമ്മളെ വിശ്വസിച്ച് വന്നേലടാ ഇവനെ നമ്മളൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പോയടാ. ഞാൻ നിങ്ങളെല്ലാരും അങ്ങ് വിശ്വസിച്ചു. പറഞ്ഞില്ലേ പാവത്തിന്റെ ഞാനെന്താ നിങ്ങളാക്കിന്? ഞാൻ നിങ്ങളൊന്നും ആക്കിയിട്ടില്ലല്ലോ. പ്ലീസ് മരിച്ചു. അപ്പൊ ഇനി നിന്നെ അടക്കുക എന്നുള്ളതല്ലാണ്ട് നിന്റെ ആത്മാവിന് വേറെ ശാന്തി കിട്ടാൻ പോണില്ല. അല്ല ഞാൻ പറയുന്നത് ഇതേതാ കവറും കാർഡ്? പ്ലീസ് സോറി. നീ മരിച്ച് ഇനിയിപ്പൊ ഈ പുള്ളിയായിട്ടാണ് നീ കിടക്കണ്ടേ. ജീവിതകാലം ഫുള്ള് നീ കേറി കഴിഞ്ഞാ ഇങ്ങനെ ഇവിടെ കിടക്കും. അല്ലല്ല ഒന്ന് എണീപ്പിച്ച. ഞാൻ ഇപ്പൊ എണീച്ചല്ല. ഒന്ന് എണീപ്പിച്ച. നീ ചത്ത് മരിച്ചു നീ. ഞാൻ എന്താ ഞാൻ ഒന്ന് വായിലിട്ടുതരാം. ഞാൻ നല്ല രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കും. പ്ലീസ് ബ്രോ കെട്ടിച്ച നീ എന്റെ ബോധം കെട്ടൊന്നല്ല. ഇവര് ബോധം കെട്ടിയൊന്നല്ല. എന്നെ തലക്കൊന്ന് തീർന്ന് എനർജിന്റെ അണ്ടി. ഹലോ ആത്മാവേ പയ്യനെ കിട്ടിയ ഗൊഗ്ഗാണ് പ്രശ്നമാണ്. അനക്കൊന്ന് അന്നെ ബോധം കെടുത്തിട്ട് എല്ലാവർക്കും ഒപ്പര കുണ്ടനടിക്കാനുള്ള പരിപാടിയാണല്ലേ പറ്റൂടാ ടിവിയില്. പ്രശ്നമല്ലളിയാ ഇത് അണ്ണനോട് ഞാൻ അണ്ണനോട് എന്തായാലും പറയും. ചിരിച്ചോണ്ടിരിക്കണല്ലോടാ അണ്ണനോട് ഞാൻ എന്തായാലും ഞാൻ പറയും. ഇവിടെ ഒരുത്തനോടെ കടത്തിയിട്ട് എല്ലാരും കുനിച്ചിരുത്തി അടിക്കുന്ന അണ്ണൻ വരട്ടെ. നമ്മുടെ ഗ്യാങ് ഹൗസിൽ മാത്രമേ അടക്കാൻ പറ്റും. പിന്നെ എന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാണ് ഇങ്ങോട്ടുണ്ടോ. ശാന്തിയാ അവിടെ മുത്തുമണികളെ. ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് ഞാനൊന്നും ആക്കിയിട്ടില്ല. ഞാനൊന്നും ആക്കി അല്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെവിട് കേൾക്കുന്നുണ്ട്. ചെവിട് അടിച്ചു പോയിന്ന് ഭയങ്കര തന്നെ നിങ്ങൾ പറയുന്ന ബ്രോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് ഏതാണ് ഈ കളർ കോയി? എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കളർ കോയി. ചിറക്കി തലയടിച്ച് വീണ് ആളന്ന് പോയി. ടി വി ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഈ ഗ്യാങ് ഹൗസ്. ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ടൊരു വഴിയുണ്ടല്ലോ, അങ്ങോട്ട് വന്നോ. ഇത് കക്കൂസ് ആവുന്നല്ലേ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ടാ കക്കൂസ് പൊളിച്ചിട്ട് ശവകരിയുടെ ആക്കിയതാ. ഞാൻ പയ്യനൊരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓ ഇതൊക്കെ ഞാൻ പറഞ്ഞ വൈബല്ല. അന്നെ മരിച്ചു കടത്തിട്ട് നിങ്ങള് വൈബാക്കുന്നു. എന്താ ഇത്? പാട്ട് വേണം. ഒടുവില യാത്രയ്ക്കായി കേൾക്കുന്നോ? മരണരഥത്തിൻ വന്നെത്തി കേൾക്കുന്നുണ്ടല്ലോ. മരിച്ചല്ലോടാ മമ്മൂനി. തൂറി മരിച്ചുപോയടാ. നിന്നെ കൊണ്ടല്ലോ കുനിച്ചിരുത്തി അടിക്കുന്ന ഇടാ. മരിക്കാൻ പോലും സമാധാനത്തിന് വിടൂലേ? മരിക്കാൻ പോലും വിടൂലേ നിങ്ങള്? 4-5 ഇത് മംഗളത്തിന് പോകുന്ന പോലെ വന്നിട്ട് അടിക്കുന്നല്ലേ? അവൻ മരിച്ചു. ഷെയ്ക്കിന്റെ അണ്ടി മമ്മു ചത്ത. മമ്മു പോയി. സമാധാനായി ഇവിടെ ഒരുത്തം മരിച്ചു കിടക്കുമ്പോ കർമ്മം ചെയ്യാൻ ആരെങ്കിലും ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ?
മരിക്കുന്നതിന് മുമ്പ് ഒരു വാണം വിടാനുള്ള സുഖം പോലും എനിക്ക് തന്നിട്ടില്ലല്ലോടാ. വേറെ കബറുണ്ടാ ഇത് പറ്റിക്കലട, ഇത് പ്രോപ്പർ പറ്റിക്കൽ. ഞാൻ കാര്യം പറയാം, ഞാൻ ഇങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. TV എന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ജയിക്കാൻ നീ എന്താ ചെയ്യുന്നടാ? അകത്തൊരാളുള്ള ആ ഫോട്ടോ ഉണ്ടായിരുന്നോ? എടാ പാവം മരിച്ചടാ, നല്ല കാര്യം. എടാ ചെക്കൻ മരിച്ചടാ. ഷെമി നല്ല സന്തോഷം, സന്തോഷായിട്ടുള്ളത്. എനിക്ക് ഡ്രാഗി തോളത്തെടുത്ത് എടിക്കോ മരിച്ച ആളെ കൊണ്ടുപോയി ഈ നക്കാനുള്ള ബുദ്ധിയില്ല. സിറ്റിയില് 10 ദിവസം മരിക്കണ ആദ്യമായിട്ട് ശരിയായ ഞാൻ ശരിയായ. ഉസ്മാന മുത്ത, ഉസ്മാന ഐ ലവ് യു, ഐ ലവ് യു. ഉസ്മാന മുത്ത ശരിയായ. ഞാന് ഈടെയാന്ന് ഇവന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ടൈമറെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു പോയിട്ടോ. ശരിക്കും അവന്റെ അടുത്ത് നമ്മളടുത്ത് ജീവിതക്കി നമ്മളടുത്ത് ദേഷ്യവും തോന്നലെന്ന് പറയണേ. ബാ ബാ പോവാ ഷെയ്ക്കാ. ബാ 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 എന്തൊരു സന്തോഷാണ് നിങ്ങളുടെ മുഖത്ത്. TV എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ വന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത വർത്താനാണ് ഞാൻ കാണുന്നത്. ഒപ്പരം കുണ്ടനടിക്കാനുള്ള പ്ലാന്. ഇവിടെ പുയി വരാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ സംസാരിച്ചത്. അനക്ക് 2 വർത്താനം പറയാണ്ട്, അനക്ക് 2 വർത്താനം നിങ്ങളോട് അങ്ങ് പറയാണ്ടടാ. TV ഗ്യാങ്ങുകളെ അണ്ണൻ ഇത് പറഞ്ഞാൽ അന്റെ അണ്ണന്റെ പേരും മറന്നുപോയി. ആ വാസു അണ്ണൻ ഇത് പറഞ്ഞ മൊത്തം ഇത് സീനാണ്. അണ്ണൻ വരട്ടെ, അണ്ണൻ കളക്കളത്തിലേക്ക് വരട്ടെ. എന്നിട്ട് ഞാനും അണ്ണനും പുതിയൊരു ഗ്യാങ് തുടങ്ങുന്നുണ്ട്. കോയാന്ന് എന്റെ പേരിന്റെ പേര് കോയ. പുതിയൊരു ഗ്യാങ് ഞാൻ തന്നെ നിർമ്മിച്ച് അണ്ണൻ VS കോയ. അണ്ണൻ അങ്ങ് ഇറങ്ങി കളിക്കട്ടെ. ഞാനും അണ്ണൻ അങ്ങ് ഇറങ്ങി കളിക്കും മക്കളെ. ഏടെ നായിന്റെ മോനെ ഏടത്തേക്ക് പോയാടാ നീ. എണീപ്പിക്കട്ടെ. ബുദ്ധിയും ബോധം ഇല്ലാണ്ട് അന്നെ കൊന്നതാടാ ഷെമീറെ. ഇത് ഇവര് ഞാൻ പറയുന്നത് കേൾക്കുന്ന അന്നെ കൊന്നതാന്ന് മോനെ. അന്നെ കൊന്നതാ സാമീന്റെ അണ്ടി. എന്തെല്ലോ കാണുന്ന സാമി എന്തെല്ലോ ഉണ്ട് മോനെ. ഇവന്റെ ഓരോരോ പരിപാടികളുണ്ട്. സാമി എന്ന് പറഞ്ഞ കൊറേ പെമ്പിളറുണ്ട്. എന്ത് പെമ്പിളർ ഇവിടെ മരിച്ചു കിടക്കേന്ന്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അവര്. എടാ പന്റെ താരന്നില്ല. എടാ ഈ ഫോൺ എങ്ങനെ ചാർജ് ചെയ്തു? ഫോൺ എങ്ങനെ ചാർജ് ചെയ്തു? താരില്ലെന്ന് അവന്റെ ഏറ്റവും വലിയ വിഷമം. നറി നിന്റെ ഓന ചളിയുണ്ടല്ലോ കുണ്ടൻ ഉസ്മാനെ, അത് ഇവിടെ ശരിക്കും ബ്രദർ പ്ലീസ് ഒന്നെന്നെ ജയിപ്പിക്ക്. ഞാൻ ജീവിച്ച മരണത്തിൽ നിന്ന് ഞാൻ ഉയർന്ന. എവിടെ ആ TV ഗ്യാങ്? എവിടെ ആ TV ഗ്യാങ്ങിലെ 4 എണ്ണം ഉണ്ട്. അവരൊന്ന് കാണണം. എന്ത് മമ്മതേന്ന് ഇല്ല. ഇത് വള്ളി പിടിക്കുന്നില്ല ഷെയ്ക്ക്. നമുക്ക് പണി കിട്ടും. എന്ത് പണി കിട്ടും? ഞാൻ ഒരു കാര്യം പറ്റും ഷമീറ, ഞാൻ എന്നോട് സമാധാനം സംസാരിക്കാം. അടാ ഉസ്മാൻ ഷമീർ ഷെയ്ക്കുമാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഒന്നും മുന്നാണ്ടിക്ക് പ്ലീസ് കൂൾ ഡൗൺ. കൂൺപള്ളി എടാ ഞാൻ ഷമീർ ഞാൻ പറയുന്നത് കേൾക്കൂലല്ലോ. കാരണം ഷമീർ എന്തോ ആയല്ലോ, നായിന്റെ അങ്ങ് ഏടി ആയല്ലോ. അന്റെ ഒന്നും പറയാൻ പറ്റാത്തൊന്നും ഇതുമില്ല ഷെയ്ക്ക. ഞാൻ പ്ലീസ് എന്ത് ചെയ്യാൻ പറ്റും? നായിന്റെ മോൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയട്ടെടാ നായിന്റെ മോൻ. നീ എന്താ ഞാൻ പറഞ്ഞ? ഞാൻ ഒന്നാമത് ഞാൻ തൂറാമുട്ടെ ഇൽത്തന അങ്ങോട്ട് ഇരിക്കുന്നത്. അതിന് നീ കുനിക്കടാ ഷെയ്ക്ക. ഞാൻ എന്നോട് സംസാരിക്കാം ഷെയ്ക്ക പ്ലീസ്. ഷെയ്ക്ക ഒരു കാര്യം പറ്റാ, ഞാൻ സമാധാനത്തിന് പറയാം മുത്ത. ഞാൻ അവരെ പരോ TV എന്ന് പറഞ്ഞ വാസണ്ണന്റെ തന്നെയല്ലേ? ഹലോ ഞാൻ ഇവരെ പരോ നമുക്ക് ആരും ഗ്യാങ് വൈബ് പിടിക്കാൻ ആരും ഇല്ല. ആരും എന്റെ പരം വൈബ് പിടിക്കുന്നില്ല. അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ TV-യില് വാസവണ്ണ ഉണ്ട്. പിന്നെ ഈ ചന്ദ്രൻ അവിടെ